കെട്ടിടത്തിൻ്റെ അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ അതിന് വീതി ഉണ്ടാവും, ആഴം ഉണ്ടാവും, അല്ലേ? ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഉയരം, ഹൈറ്റ് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നീളം, വീതി, ഉയരം, ആഴം അതിൻ്റെ മുഴുവൻ ഡയമെൻഷൻസും. അപ്പോൾ ആ അടിസ്ഥാനത്തിൻ്റെ മുഴുവൻ ഡയമെൻഷൻസും, ആ സ്നേഹമാകുന്ന അടിസ്ഥാനത്തിൻ്റെ മുഴുവൻ തലവും നിങ്ങൾ ഗ്രഹിക്കണം എന്നാണ് പറയുന്നത്. അത് ഒറ്റയ്ക്ക് ഗ്രഹിക്കാൻ പറ്റില്ല, സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കണം. എന്ന് വെച്ചാൽ അതിൽ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, യേശു ക്രിസ്തു, പിന്നെ നമ്മളെല്ലാവരും ജീവനുള്ള കല്ലുകൾ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ വിശുദ്ധന്മാരോടും കൂടെ നിങ്ങളും ഒരു വിശുദ്ധനാണ്. ഈ ദൈവാലയത്തിൽ നിങ്ങളൊരു വിശുദ്ധനാണ്. ഈ ദൈവാലയത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രതിമയാണ്. ഈ ദൈവാലയത്തിൽ നിങ്ങൾ ഒരു പുരോഹിതനാണ്. ഈ ദൈവാലയത്തിൽ നിങ്ങളൊരു കൊച്ചാലയമാണ്. നിങ്ങളൊരു ജീവനുള്ള കല്ലാണ്. ആ ദൈവാലയത്തിൽ സകല വിശുദ്ധന്മാരോടും കൂടെ ആ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കണം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും, എന്ന് വെച്ചാൽ പരിജ്ഞാനം എന്ന് വെച്ചാൽ നോളജ്. ഒരു വ്യക്തിക്ക് എത്ര നോളജ് എടുക്കാൻ പറ്റുമോ അതിനേക്കാളും അധികമാണ്. എന്ന് വെച്ചാൽ എത്ര നിങ്ങൾ അറിഞ്ഞാലും അറിയാൻ ഇനിയും ബാക്കിയുണ്ടാവും ക്രിസ്തുവിൻ്റെ സ്നേഹം. അതവിടെ നിന്ന് ഒരു ചെറിയൊരു എന്താ പറയുന്ന ഒരു ഹൈഫനേറ്റഡ് ആയിട്ട് ഒരു ചെറിയൊരു ഫ്രേസ് അവിടെ കൊടുത്തിരിക്കുകയാണ്. പൗലോസ് പറയാണ്, നിങ്ങളിത് ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇത് പരിജ്ഞാനത്തെ കവിയുന്നതാണ്. എന്ന് വെച്ചാൽ ഇത് ഗ്രഹിക്കാൻ ഫുള്ളായിട്ട് ആർക്കും പറ്റില്ല, എനിക്കും പറ്റിയിട്ടില്ല. ഞാനും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, വീതി, നീളം, ഉയരം സകല വിശുദ്ധന്മാരോട് കൂടെ നിങ്ങൾ ഗ്രഹിക്കാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം, അങ്ങനെ ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിങ്ങൾ നിറഞ്ഞു വരികയും വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസ് പറയാണ്, നിങ്ങൾ ദൈവസ്നേഹത്താൽ നിറയണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതാണ് ചുരുക്കം വാചകങ്ങളിൽ പറഞ്ഞ, ഏറ്റവും ചുരുക്കം വാചകങ്ങളിൽ പറഞ്ഞാൽ ആ പ്രേയറിൻ്റെ എഫക്റ്റ്. നിങ്ങളെല്ലാവരും വിവിധ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ്. യവന പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരുണ്ട്, റോമ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരുണ്ട്, യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരുണ്ട്, ചിലപ്പോൾ ചൈനീസും ഭാരതീയരും ഒക്കെ കാണും. പലവിധമായ സ്റ്റോറീസും നാരറ്റീവ്സും പലവിധമായ പൈശാചിക ശക്തികളും നിങ്ങളുടെ പുറകിൽ ചിലപ്പോൾ കാണും. പക്ഷെ അവിടെ നിന്നൊക്കെ വന്ന നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആ ബഹുവിധമായ ജ്ഞാനം, ദൈവം നിങ്ങളാകുന്ന ഈ കൂട്ടായ്മ എല്ലാവരും കൂടെ നിങ്ങൾ ഒരുമിച്ച് സ്നേഹത്തിൽ ജീവിക്കുന്നതെന്ന് കാണുമ്പോൾ ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം ദൈവം മറ്റ് ജാതിക്കാർക്കും അവരുടെ രാജാക്കന്മാർക്കും ഒക്കെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവർക്കൊക്കെ ഒരു രീതിയുണ്ട്. അവർക്കെല്ലാവർക്കും ഉള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അവരുടെ അടിമയാക്കുക, മറ്റുള്ളവരെ ശക്തി കൊണ്ട് കീഴ്പ്പെടുത്തുക. അതാണ് അവരുടെ രീതി, ശക്തി കൊണ്ട് കീഴ്പ്പെടുത്തുക, എന്നിട്ട് അവിടെ സമാധാനം ഉണ്ടാക്കുക. പീസ് ത്രൂ സ്ട്രെങ്ത്. അതാണ് അന്ന് അവിടെ പാക്സ് റൊമാന എന്ന് പറയുന്ന റോമ രാജാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവർക്കും അവരുടെ കീഴിൽ വരുന്ന എല്ലാ ജാതികൾക്കും അവർ സമാധാനം കൊടുക്കും. പക്ഷേ അവർ പറയുന്ന മാതിരി അനുസരിക്കണം. അവർ പറയുന്ന നിയമങ്ങൾ അനുസരിച്ച് നടക്കണം. അങ്ങനെ നടന്നില്ലെങ്കിൽ ജയിലിടും. പീസ് ത്രൂ സ്ട്രെങ്ത്. ഇനി ജാതികളും വേറെ ജാതികളും തമ്മിലുള്ള ഫൈറ്റും പരിപാടിയൊന്നും നടക്കില്ല. കാരണം റോമൻ ഗവൺമെൻറ്, റോമൻ മിലിറ്ററി അയച്ച് അതിനെ കൺട്രോൾ ചെയ്യും. ഒരു ജാതി വേറെ ജാതിയോട് ഫൈറ്റ് ചെയ്ത് അങ്ങനത്തെ പരിപാടിയൊന്നും അവിടെ നടക്കുകയില്ല. അതുപോലെ അവർ എല്ലാവർക്കും സമാധാനം ഒരു വാഗ്ദാനം ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാം. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കിയ ഈ ഒരു ബ്രോഡ് ചട്ടക്കൂടുണ്ട്, അതിനകത്ത് അതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ മതി. ഒരു ജാതി വേറെ ജാതിയോട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വന്ന് അത് തീർത്തിട്ട് അവിടെ സമാധാനം കൊണ്ടുവരും. അത് ഞങ്ങൾ തീർക്കുന്നത് ഞങ്ങളുടെ ബലം ഉപയോഗിച്ചായിരിക്കും, മിലിറ്ററി ബലം ഉപയോഗിച്ചായിരിക്കും ഞങ്ങൾ തീർക്കുന്നത്. പീസ് ത്രൂ സ്ട്രെങ്ത് എന്ന് പറയുന്ന സംഗതി. അപ്പോൾ റോമക്കാരൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ആ ശക്തി ഇതേ ശക്തിയാണ് ഓരോ രാജാക്കന്മാരുടെ പുറകിലും വ്യാപരിക്കുന്നത്. നിങ്ങൾ ശരിയായ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഫറവോൻ്റെ പുറകിലും അത് തന്നെയാണ് വ്യാപരിച്ചുകൊണ്ടിരുന്നത്. മറ്റുള്ളവരെ ശക്തി കൊണ്ട്, ബലം കൊണ്ട് നിയന്ത്രിച്ച് അവരുടെ ഇടയിൽ സമാധാനം ഉണ്ടാക്കുക. അതൊരു ശരിയായ സമാധാനമല്ല, ഒരു വ്യാജ സമാധാനമാണ്. ആ സമാധാനം നിലനിർത്തുക. അതാണ് ഈ രാജാക്കന്മാരെല്ലാവരും വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്ന ഒരു പുതിയ രീതി തന്നെ ദൈവസഭയിലൂടെ ദൈവം ഉണ്ടാക്കുകയാണ്. പല രീതിയിൽ പലയിടങ്ങളിൽ നിന്ന് വന്ന വ്യത്യസ്തമായ രീതിയിൽ ജീവിച്ചു കൊണ്ടിരുന്ന വ്യക്തികൾ എല്ലാവരും കൂടെ സ്നേഹമാകുന്ന ക്രിസ്തുവിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ഒരു പുതിയ രീതിയിലുള്ള, ഒരു പുതിയ ശൈലിയിലുള്ള ജീവിതം ജീവിക്കുകയാണ്. അവർ പുതിയ രീതിയിലാണ് ശക്തി അഥവാ ബലം ചെയ്യുന്നത്, കാണിക്കുന്നത്. സ്നേഹമാണ് അവരുടെ ബലം. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ, സ്നേഹിക്കുന്നതിലൂടെ, അഹിംസയുടെ മാർഗത്തിലൂടെ സമാധാനം ഉണ്ടാക്കുക. അതാണ് ദൈവസഭയുടെ മഹത്വം. ഇപ്പോൾ രാജാക്കന്മാരും ഈ വലിയ
അന്നത്തെ റോമൻ കൈസറും മറ്റ് രാജാക്കന്മാരും ഒക്കെ വെറുപ്പും വിദ്വേഷവും ഒരു ആയുധമായി ഉപയോഗിച്ച് വയലൻസിൽ കൂടെ, ഹിംസയിൽ കൂടെ സമാധാനം ഉണ്ടാക്കിയപ്പോൾ സ്നേഹം ഒരു ആയുധമായി ഉപയോഗിച്ചുകൊണ്ട് അഹിംസയിൽ കൂടെ സമാധാനം ഉണ്ടാക്കുന്ന, ഇരുപക്ഷത്തെയും ഒന്നാക്കുന്ന, എല്ലാവരും പരസ്പരം സ്നേഹിക്കുകയും ക്ഷമിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മ, ഒരു ദൈവാലയം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. അത് വ്യത്യസ്തമായൊരു ശക്തിയാണ്. അത് ദൈവരാജ്യമാണ്. ഈ ലോകത്തിലെ രാജാക്കന്മാരുണ്ടാക്കുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താണ്? വെറുപ്പും ഹിംസയും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? സ്നേഹവും അഹിംസയും. വെറുപ്പും ഹിംസയും ഉപയോഗിച്ച് അവർ താൽക്കാലികമായ സമാധാന ചർച്ചകൾ നടത്തി സമാധാനങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ വ്യക്തികൾക്ക് ഉള്ളിൽ സമാധാനമുണ്ടോ? തമ്മിൽ സമാധാനമുണ്ടോ? ഇല്ല. എന്നാൽ സ്നേഹവും അഹിംസയും ഉപയോഗിച്ച് കർത്താവും കർത്താവിൻ്റെ സഭയും ഒരു സമാധാനം ഉണ്ടാക്കുന്നു. ആ സമാധാനം എന്നേക്ക് നിലനിൽക്കുന്ന സമാധാനമാകുന്നു. ഈ രാജ്യത്തിന്, ഈ രീതിയിലുള്ള ദൈവരാജ്യത്തിന് വേറൊരു ശക്തിയുടെ ആവശ്യമില്ലടോ. അത് ദൈവസ്നേഹത്തിൻ്റെ ശക്തിയാലാണ് മുന്നോട്ട് പോകുന്നത്. ദൈവസ്നേഹമാണ് അതിൻ്റെ ശക്തി. സ്നേഹമാണ് ഏറ്റവും വലിയ ശക്തി. സ്നേഹത്താൽ വെറുപ്പിനെയും വിദ്വേഷത്തെയും കയ്പിനെയും പകയെയും പിണക്കത്തെയും ഹിംസയെയും കീഴ്പ്പെടുത്തിയ വ്യക്തിയാണ് കർത്താവ് യേശു ക്രിസ്തു. ആ സ്നേഹമാകുന്ന ശക്തി, അതാണ് സഭയിൽ ജീവനായി വ്യാപരിക്കുന്നത്. അതാണ് സഭയുടെ ജീവൻ. അതാണ് സഭയുടെ അടിസ്ഥാനം. അത് നിങ്ങൾ ഗ്രഹിക്കണം. ആ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ മുഴുവൻ നിറവെന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം. ദൈവം സ്നേഹം തന്നെ എന്ന് വായിച്ചിട്ടില്ലേ? ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിങ്ങൾ നിറഞ്ഞു വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഇതൊക്കെ പ്രാർത്ഥിച്ച ശേഷം, എന്നാൽ നാം ചോദിക്കുന്നതും നനയ്ക്കുന്നതും അത്യന്തം പരമായി ചെയ്യാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിതൊക്കെ പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഇടയിലുള്ള സ്നേഹം വർദ്ധിക്കാനും, നിങ്ങൾ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കാനും, നിങ്ങൾ സ്നേഹിക്കാനും, നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുഴുവൻ നിലയിലും വളർന്നു വരുവാനും, ആ സ്നേഹത്തിൽ കൂടെ, അഹിംസയിൽ കൂടെ സമാധാനം അന്തരീക്ഷം സൃഷ്ടിക്കാനും, നിങ്ങളുടെ ഇടയിലും മറ്റുള്ളവർക്കും സമാധാനം കൊടുക്കാനും ഒക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ഈ സംഗതി ഞാൻ പ്രാർത്ഥിച്ചതിനേക്കാൾ ഉപരിയായിട്ട് ചെയ്യാൻ ആർക്ക് കഴിയും? നിങ്ങളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവത്തിന് കഴിയും. ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി, അതിനേക്കാളും അധികമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ, അതാരാ? പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന് കഴിയും. അവന് എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ഈ വാക്യം എത്രയോ പ്രാവശ്യം വളച്ചൊടിച്ച് നമ്മളോട് പ്രസംഗിച്ചിട്ടില്ലേ? നമുക്ക് രോഗസൗഖ്യം കിട്ടേണ്ടതിന് വേണ്ടി, നമുക്ക് നമ്മുടെ ദാരിദ്ര്യം മാറി ഒരുപാട് സമൃദ്ധിയായ ജീവൻ കിട്ടേണ്ടതിന് വേണ്ടി, നമുക്ക് നല്ല അവസരങ്ങൾ കിട്ടേണ്ടതിന് വേണ്ടി, അതിനുവേണ്ടിയാണോ പൗലോസ് ഈ വാക്യം ഉപയോഗിക്കുന്നത്? ഒരിക്കലും അല്ല. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇതിനു വേണ്ടിയൊക്കെ നിങ്ങൾക്ക് ഈ വാക്യം അതിൻ്റെ സാരം ഉൾക്കൊള്ളാതെ, അതിൻ്റെ കോണ്ടെക്ച്വലായിട്ടുള്ള മീനിങ് ഉൾക്കൊള്ളാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട്. അതിൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോസ്തലന്മാർ പഴയ നിയമം ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷേ നിങ്ങളത് ഉപയോഗിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇതിന് ശരിയായ ഒരു അർത്ഥമുണ്ട്. ഈ സ്ഥാനത്ത് തന്നെ ഈ വാക്യം അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നതിനൊരു കാരണമുണ്ട്. ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് സഭ വളരണം, ദൈവസ്നേഹത്തിൽ പൂർണ്ണമാകണം എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്, ഞാനിപ്പോൾ പ്രാർത്ഥിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ചു. നമ്മൾ പ്രാർത്ഥിക്കുന്നതിലും അധികമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ദൈവസഭയെ വളർത്താനായിട്ട് സാധിക്കും. ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, ബാക്കി ഇപ്പോൾ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും, നിങ്ങൾ സമൃദ്ധി ഉണ്ടാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാലും, നിങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി, നല്ല അവസരങ്ങൾ കിട്ടാൻ വേണ്ടി, നല്ല ജോലി കിട്ടാൻ വേണ്ടി ഈ വാക്യം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചാലും അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രയോജനം ഉണ്ടാവില്ല. അതൊരു താൽക്കാലിക പ്രയോജനമാണ്. ദൈവം ചിലപ്പോൾ ചെയ്തു തന്നിരിക്കും. എന്നാലും അതല്ല അതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ അതിനല്ല ആ വാക്യം അവിടെ ഇട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ പൂർണ്ണമായ അർത്ഥം നിങ്ങൾ ഗ്രഹിക്കാതെ പോയാൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന രാജ്യത്തിൽ ലഭിക്കാനിരിക്കുന്ന ഓഹരിയിലുള്ള വലിയ പങ്ക് ചിലപ്പോൾ നഷ്ടപ്പെടും. ദൈവത്തിൻ്റെ പൈതലേ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ അതെ.
പക്ഷേ ഈ ലോകത്തെ ദൈവം പുതുക്കും. ആ പുതുക്കിയ ലോകത്തിൽ നമുക്ക് ഒരിക്കലും മരിക്കാത്ത, ഒരിക്കലും നശിക്കാത്ത ശരീരങ്ങളുണ്ടാകും. അന്ന് കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ അവൻ്റെ സന്നിധിയിൽ നമ്മൾ വാഴും. അന്ന് മുഴുവനും സ്നേഹമായിരിക്കും. ആ സ്നേഹം പ്രദർശിപ്പിക്കുന്ന വ്യക്തികളായി തീരാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ തന്ന് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ അഭ്യാസങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ലോകത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് മാത്രമാണ്. അപ്പോൾ ഈ ലോകത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾക്കിത് ഗ്രഹിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ എന്താ പറയുന്നത്, നമുക്കൊരു എത്തും പിടിയും കിട്ടില്ല. എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല. ചിലപ്പോൾ കർത്താവ് പറയും, നീ ആരാണ്, എനിക്ക് നിന്നെ അറിഞ്ഞുകൂടാ, എനിക്ക് നിന്നോട് ഒരു ബന്ധവുമില്ല എന്ന് പറയും. അപ്പം ദൈവത്തിൻ്റെ ആരാണ് നമ്മൾ? 1, 2 അധ്യായങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം നമ്മുടെ പിതാവാണ്. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ സഹോദരന്മാരാണ്. അതാണ് ഫാമിലി അനാലജി. നമ്മൾ ആരാണ്? ദൈവത്തിൻ്റെ ആലയത്തിലെ ജീവനുള്ള കല്ലുകളാണ്. ദൈവത്തിൻ്റെ ആലയത്തിലെ വിശുദ്ധന്മാരാണ്. ദൈവത്തിൻ്റെ ആലയത്തിലെ പുരോഹിതന്മാരാണ്. ദൈവത്തിൻ്റെ ആലയത്തിലെ പ്രതിമകളാണ്. അവനെ പ്രതിഫലിപ്പിക്കേണ്ട വ്യക്തികളാണ്. നമ്മൾ ആരാണ്? അത് ആലയത്തിൻ്റെ അനാലജി. നമ്മൾ ആരാണ്? ദൈവരാജ്യത്തിലെ പൗരന്മാരാണ്. ദൈവത്തിൻ്റെ അവകാശികളാണ്. കൊച്ചു കൊച്ചു രാജാക്കന്മാരാണ്. കൊച്ചു കൊച്ചു ക്രിസ്തുക്കളാണ്. അതാണ് നമ്മൾ എവിടെയാണ് ആയിരിക്കുന്നത്? ഇങ്ങനെ ഒരു ദൈവാലയത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. യഹൂദ പശ്ചാത്തലത്തിൽ നിന്നും അന്യജാതിക്കാരുടെ വിവിധമായ പശ്ചാത്തലങ്ങളിൽ നിന്നും ഇങ്ങോട്ട് വന്നിട്ട് ദൈവമായുള്ള തെറ്റിക്കടന്ന ഉടമ്പടി നിരപ്പാക്കിയ ശേഷം പാപക്ഷമ പ്രാപിച്ച്, ശാപമോചനം പ്രാപിച്ച്, ദൈവത്തിൻ്റെ അനുഗ്രഹമാകുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച്, നിത്യജീവന്റെ മൊഴികൾ കേട്ട് ആ മൊഴികൾക്കനുസരിച്ച് രൂപാന്തരപ്പെട്ട് വരാനിരിക്കുന്ന രാജ്യത്തിൽ അവനോടുകൂടെ വാഴേണ്ട വ്യക്തികളാണ് നമ്മൾ. ആ സഭയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആലയത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ദൈവരാജ്യത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഭവനത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ കുടുംബത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഇനി അടുത്ത അധ്യായം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശരീരത്തിലാണ് നമ്മളായിരിക്കുന്നത്. ആ ശരീരത്തിൻ്റെ അനാലജി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഡീപ്പാണ്. ആലയത്തെക്കാളും കുടുംബത്തെക്കാളും കുറച്ചുകൂടെ ആഴത്തിലുള്ള ഒരു അനാലജിയാണ് ശരീരത്തിൻ്റെ അനാലജി. ആഴമെന്ന് പറഞ്ഞപ്പോൾ ആലയത്തിൻ്റെ അനാലജി എന്ന് പറഞ്ഞാൽ കല്ലുകൾ തമ്മിൽ വലിയ ബന്ധമൊന്നും വരുന്നില്ല, അല്ലേ? കല്ലുകൾ തമ്മിൽ ഉത്തരവാദിത്വം കാര്യങ്ങളൊന്നും വരുന്നില്ല. കല്ല് അവൻ്റെ സ്ഥാനത്ത് ഇരുന്നാൽ മതി. കുടുംബത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും അച്ഛനാണ്, അമ്മയാണ്, മകനാണ്, മകളാണ്, അത് എല്ലാവരും വെവ്വേറെ വ്യക്തികളാണ്. പക്ഷെ ഒരു ശരീരത്തിൽ അങ്ങനെയല്ല. ഒരു ശരീരത്തിൽ ഒരു ഹൃദയവും ബ്രെയിനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ആലയത്തിലെ 2 കല്ലുകൾ തമ്മിലുള്ള ബന്ധം പോലെയല്ല. ഒരു കുടുംബത്തിലെ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം പോലെയല്ല. അതിനേക്കാളും ഇൻറ്റിമേറ്റ് ആണ്, അതിനേക്കാളും ആഴമേറിയതാണ്, അതിനേക്കാളും ഉത്തരവാദിത്വമുള്ളതാണ്, അതിനേക്കാളും ശ്രേഷ്ഠമായതാണ്, ആഴമേറിയതാണ്, സത്യമുള്ളതാണ്, ജീവനുള്ളതാണ്. ആ ബന്ധം ആണ് നമുക്ക് കർത്താവുമായിട്ടുള്ള ബന്ധത്തിലുള്ളത്, നമുക്ക് പരസ്പരമുള്ളത്. അത് നമ്മൾ ആ 4-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പൗലോസ് 1-2 അധ്യായങ്ങളിൽ നിന്ന് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ആഴത്തിലേക്ക് വരുന്നു. 4-ാം അധ്യായത്തിൽ ഇനിയും ആഴങ്ങളിലേക്ക് പൗലോസ് പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരാണ്? നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്. യഹൂദ പശ്ചാത്തലത്തിൽ നിന്നും മറ്റ് പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന നമ്മളെല്ലാവരും ദൈവമായിട്ടുള്ള ഉടമ്പടിയിലാണ്. നമ്മൾ ദൈവത്തോട് നല്ല മനസ്സാക്ഷി കാണിക്കുകയും മറ്റുള്ളവരോട് നല്ല മനസ്സാക്ഷിയും കാണിക്കുകയും ദൈവത്തോട് വിശ്വസ്തതയെ ആർജിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് നിത്യജീവനുണ്ട്. അങ്ങനെ ദൈവത്തിൽ നമ്മൾ വസിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ മാത്രമേ നമുക്ക് ആ ഉടമ്പടി ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ഭവനക്കാരാണ്, ദൈവത്തിൻ്റെ ഭവനമാണ്, ദൈവത്തിൻ്റെ കുടുംബമാണ്, ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ രാജ്യമാണ്. ദൈവം ഈ വചനങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണാം.